ഹോളിവുഡ് പോപ്കോൺ മൂവീസിന്റെ ഓഡിയൻസ് ആയിട്ടുള്ള ഭൂരിഭാഗം പേർക്കും ഇഷ്ടമുണ്ടാവാൻ ചാൻസ് ഉള്ള ട്രാൻസ്ഫോമേഴ്സ് ഫിലിം ഫ്രാഞ്ചൈസിയിലെ ലേറ്റസ്റ്റ് ഫിലിമായ ട്രാൻസ്ഫോമേഴ്സ് 1 റിലീസ് ആയിട്ടുണ്ട്. 1986 ഇറങ്ങിയ ദ ട്രാൻസ്ഫോമേഴ്സ് ദ മൂവി എന്ന ചിത്രത്തിന് ശേഷം തിയേറ്റേഴ്സിൽ എത്തുന്ന ഫ്രാഞ്ചൈസിയിലെ ആദ്യ ആനിമേറ്റഡ് ഫിലിം കൂടെയാണ് ഇത്. ഫിലിം ദാ കണ്ടിട്ട് വന്നു, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്ന പോലെ ധാരാളം TV ഷോസ്, ആനിമേറ്റഡ് ഫിലിംസ് എല്ലാം വന്നിട്ടുള്ള ഫ്രാഞ്ചൈസിയിലെ മെയിൻ സ്ട്രീം ലൈവ് ആക്ഷൻ ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത് 2007-ൽ മൈക്കൽ ബേ ഡയറക്ട് ചെയ്ത് പുറത്തു വന്ന ട്രാൻസ്ഫോമേഴ്സ് എന്ന ഫിലിമിലൂടെയാണ്. അത് കഴിഞ്ഞ് പിന്നെ മൈക്കൽ ബേ തന്നെ ഡയറക്ട് ചെയ്ത 2009-ലെ റിവെഞ്ച് ഓഫ് ദ ഫോളൻ, 2011-ലെ ഡാർക്ക് ഓഫ് ദ മൂൺ, 2014-ലെ ഏജ് ഓഫ് എക്സ്റ്റീൻഷൻ ആൻഡ് 2017-ലെ ദ ലാസ്റ്റ് നൈറ്റ് എന്ന ഫിലിംസ് വന്നു. പിന്നെ ട്രാവിസ് നൈറ്റ് ഡയറക്ട് ചെയ്ത ഒരു പ്രീക്വൽ ഫിലിമായ ബംബിൾ ബി 2018-ലും ഏഴാമതായി സ്റ്റീഫൻ കേപ്പിൾ ജൂനിയറിന്റെ ഡയറക്ഷനിൽ റൈസ് ഓഫ് ദ ബീസ്റ്റ് 2023-ലും ഇറങ്ങി. ഇങ്ങനെ പോകുന്ന ഫിലിം സീരീസിലെ ഒരു ആനിമേറ്റഡ് സ്പിൻ ഓഫ് ആയിട്ടാണ് ജോഷ് കോളി ഡയറക്ട് ചെയ്ത ട്രാൻസ്ഫോമേഴ്സ് 1 എത്തിയിരിക്കുന്നത്. ഇതിലെ മൈക്കൽ ബേ ഫിലിംസിന്റെ സ്റ്റോറിക്കും ഒരു 3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ട്രാൻസ്ഫോമേഴ്സ് 1-ലെ സംഭവങ്ങൾ നടക്കുന്നത്. ട്രാൻസ്ഫോമേഴ്സ് സ്പീഷീസിന്റെ സ്വന്തം പ്ലാനറ്റ് ആയ സൈബർട്രോണിലാണ് സ്റ്റോറി നടക്കുന്നത്. ഫിലിമിൽ നമ്മൾ കാണുന്നത് മെയിൻലി ഒറിയോൺ പാക്സ് പിന്നെ D16 എന്നിങ്ങനെ രണ്ടുപേരെയാണ്. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് എനിമിറ്റിയിലേക്ക് എത്തുന്നത് അവർ നമുക്കെല്ലാം അറിയാവുന്ന നമ്മൾ ആദ്യ സിനിമ മുതൽ കണ്ടുവന്നിട്ടുള്ള വിദ്വേഷവും പകയും കാരണമുള്ള യുദ്ധത്തിന്റെ രണ്ട് വശങ്ങളിൽ നിൽക്കുന്ന ഓപ്റ്റിമസ് പ്രൈം, മെഗട്രോൺ എന്നീ ലെജൻഡറി ക്യാരക്ടേഴ്സ് ആയി എങ്ങനെ മാറി എന്നതുമാണ്. മൊത്തത്തിൽ ഫിലിം എങ്ങനെയുണ്ടെന്ന് പറയാനാണെങ്കിൽ ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസിയും ആനിമേറ്റഡ് ഫിലിംസും ഇഷ്ടമുള്ള ഏതൊരാൾക്കും നല്ലപോലെ വർക്ക് ആവുന്ന എക്സ്പ്ലോഷൻ റിച്ച് ആൻഡ് CGI റിച്ച് ആയിട്ടുള്ള ഫിലിം എന്നതിലപ്പുറത്തേക്ക് ബംബിൾ ബി മാറ്റി നിർത്തിയാൽ അവസാനം വന്ന ദുരന്ത ഫിലിംസിലൂടെ പ്രതീക്ഷകൾ മങ്ങി തുടങ്ങിയ ഒരു ആരാധകനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലോയൽറ്റി തിരിച്ചു പിടിക്കാൻ തന്നെ കേപ്പബിൾ ആയ ഒരു ഫിലിമായിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ചെറുപ്പം അല്ലെങ്കിൽ കുട്ടിക്കാലം തൊട്ടേ ഫ്രാഞ്ചൈസിയുടെ ബിഗിനിങ് തൊട്ടേ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈവൻ 10 വയസ്സുള്ളപ്പോൾ 2007-ൽ ആദ്യത്തെ ഫിലിം കണ്ട ആളാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾക്ക് മിനിമം ഒരു 27 വയസ്സെങ്കിലും ആവാൻ സാധ്യതയുണ്ട്. ഈ പ്രായത്തിലുള്ള നമ്മളെ വീട്ടിൽ കുറച്ചു നേരത്തേക്ക് ഫിലിം വിഷ്വൽസ് കണ്ട് ഒരു കുട്ടിയെ പോലെ ഇരുന്ന് എക്സൈറ്റഡ് ആവാനുള്ള സ്പേസ് ഒരുക്കി തരുന്നുണ്ട് ട്രാൻസ്ഫോമേഴ്സ് 1. ഞങ്ങളടക്കം ഭൂരിഭാഗം ഒരു 28 to 30 അതിന് മുകളിലേക്കുള്ള കുട്ടികളുടെ ഒരു ക്രൗഡ് തന്നെയായിരുന്നു ഫിലിം കാണാൻ പോയപ്പോൾ ഉണ്ടായിരുന്നത്. എസ്പെഷ്യലി ആക്ഷൻ സീൻസ് ഒക്കെ തന്നെ തൊട്ടു മുമ്പ് വന്ന ഇൻസ്റ്റാൾമെന്റ്സിനേക്കാൾ മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയി കണക്കാക്കാവുന്ന തരത്തിൽ ഉള്ളതാണ്. ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് മൂവീസിൽ റിയാലിറ്റി അല്ലെങ്കിൽ ബിലീവബിലിറ്റി എലിമെന്റ്സിന് ലിമിറ്റേഷൻസ് ഇല്ലെങ്കിലും ലൈവ് ആക്ഷനിൽ ലിമിറ്റേഷൻസ് വരാവുന്ന ടൈപ്പ് ക്രിയേറ്റീവ് എലിമെന്റ്സ് ആനിമേറ്റഡ് സ്റ്റൈലിൽ മികച്ച രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു റീസൺ കൊണ്ട് തന്നെ ഒരു റിയൽ വേൾഡ് മൂവി കാണുന്നതിലും കുറച്ചുകൂടി ഫ്ലൂയിഡിക് ആവാൻ പറ്റിയിട്ടുണ്ട് സിനിമയ്ക്ക്, കുറച്ചുകൂടി ഫ്രീ ഫ്ലോയിങ് ടോൺ. ബിക്കോസ് മേക്കേഴ്സിന്റെ വ്യൂ അനുസരിച്ച് അവർക്ക് ഒരുപാട് കാലമായിട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്റ്റോറിയാണിത്. ആൻഡ് ഇത് ലൈവ് ആക്ഷനിൽ എടുക്കാന്ന് പറയുമ്പോൾ ഇതുവരെ ഇറങ്ങിയ ഹോളിവുഡിലെ എല്ലാ ഫിലിംസിനും മേളിൽ നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് ആവശ്യം വരും എന്നത് ഉറപ്പാണ്. ആൻഡ് ഈ ഒരു ഫ്രാഞ്ചൈസി വെച്ചിട്ട് അത്രയ്ക്കും വലിയൊരു ബഡ്ജറ്റ് റിക്കവറി പോസിബിൾ ആണോ എന്നത് ഡൗട്ടാണ്. സോ അതുകൊണ്ടാണ് അവർ ഇതൊരു ആനിമേറ്റഡ് റൂട്ട് പിടിക്കാം എന്ന് തീരുമാനിച്ചത്. ആൻഡ് ഫിലിമിന്റെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് ബേസ് ചെയ്ത് ഒരു പുതിയ ട്രൈലോജിയിലെ ഫസ്റ്റ് പാർട്ട് ആയേക്കാവുന്ന ഫിലിം കൂടിയാണ് ട്രാൻസ്ഫോമേഴ്സ് 1. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് റൺ ടൈമിൽ നമുക്ക് ഫിലിം കുറച്ച് ജുവനൈൽ അല്ലേ, നമ്മുടെ ഏജിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫിലിമാണോ എന്നൊരു ഡൗട്ടൊക്കെ തോന്നുമെങ്കിൽ ബാക്കി ആ സ്റ്റോറി പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ചും സൈബർട്രോൺ ഒരു ഫാസ്റ്റ് ആൻഡ് ഹാപ്പനിങ് ആയിട്ടുള്ള വേൾഡ് ആക്കി അവതരിപ്പിക്കുന്ന വെച്ചും ഓപ്റ്റിമസ് ആൻഡ് മെഗട്രോൺ എന്ന ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ കാണിച്ചും മെച്ചോറിറ്റി ബിൽഡ് ചെയ്ത് നമ്മളെ ഫുള്ളി എൻഗേജ്ഡ് ആക്കി ഫിലിമിനകത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് തോന്നിയത്. മെല്ലെ മെല്ലെ കുറച്ച് ഡാർക്കർ എലിമെന്റ്സ് കൊണ്ടുവന്ന് അതായത് പ്രോഗ്രസീവ്ലി ബെറ്റർ ആൻഡ് മെച്യൂർ ആവുന്ന തരം സ്റ്റോറി ടെലിംഗ് ആണ്. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് ആൻഡ് ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെ ആവുമ്പോഴേക്ക് ഫിലിം എൻജോയ് ചെയ്യണം എന്ന പോസിറ്റീവ് മൈൻഡിൽ തന്നെ കാണാനിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി വിൻ യു ഓവർ. ആൻഡ് ഇറങ്ങിയേക്കാം എന്ന് പറയാവുന്ന ട്രൈലോജിയിലെ ഫ്യൂച്ചർ ഫിലിംസിന്റെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് തന്നെ ഇമാജിൻ ചെയ്യാവുന്ന ലെവലിലാണ് സിനിമ അവസാനിക്കുന്നത്. ഫ്രാഞ്ചൈസിയുടെ ഒരു ലോയൽ ഫാൻ ആണ് നിങ്ങളെങ്കിൽ ആ തീരുന്ന മൊമെന്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ അപ്പുറം ഡൗൺവേർഡ് ട്രജക്ടറിയിലുള്ള ഫ്രാഞ്ചൈസി തന്നെ റിവൈവ് ആവുന്നത് വിറ്റ്നസ് ചെയ്യാവുന്ന സന്തോഷമാണ് കിട്ടിയേക്കാവുന്നത്. ഞാനിങ്ങനെ ഭയങ്കര വലിയ ഫാനൊന്നും അല്ല, ജസ്റ്റ് ഇഷ്ടമാണ് എന്നേ ഉള്ളൂ. ബട്ട് ഹസ്ബൻഡ്, അതായത് ഈ വീഡിയോയുടെ ഒക്കെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന പുള്ളിക്കാരൻ ഹാർഡ് കോർ ട്രാൻസ്ഫോമേഴ്സ് ഫാൻ ആണ്. ആൻഡ് പുള്ളിയുടെ ഫീലിംഗ് ആണ് ഞാൻ ഈ അവസാനം പറഞ്ഞതും ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ ഈ പറയുന്ന വേർഡ്സിലൂടെ പുറത്തേക്ക് വരുന്നത്. ബട്ട് ഒന്നുകൂടി പറയാം, കമ്പാരിസൺസ് ഒക്കെ ഓൾറെഡി വരുന്നുണ്ട്. സ്പൈഡർമാൻ ഫ്രാഞ്ചൈസിയിലെ ഇൻടു ദ സ്പൈഡർവേഴ്സ് എന്താണോ അതായിരിക്കും ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസിക്ക് ഈ ഫിലിം എന്നൊക്കെ. ബട്ട് അത് കുറച്ചധികം ഹയർ ആയിട്ടുള്ള ഒരു ബെഞ്ച് മാർക്കാണ്. അവിടെ വരെ എത്തിയതായിട്ടൊരു അൺബയസ്ഡ് വ്യൂവർ എന്ന രീതിക്ക് എനിക്ക് തോന്നിയില്ല.
അങ്ങനെ ഒരു ബാറൊക്കെ സെറ്റ് ചെയ്ത് കാണാൻ പോയാൽ ചിലപ്പോൾ ഓവർ ഹൈപ്പ് എന്ന ഫാക്ടർ നിങ്ങളെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്തേക്കും. സോ മറ്റ് ഫ്രാഞ്ചൈസീസ് ആയുള്ള കമ്പാരിസൺ മാറ്റി വെക്കാം. ബട്ട് സ്റ്റിൽ ഈ ഒരു ഫ്രാഞ്ചൈസിയിലെ ബെസ്റ്റ് ഫിലിം ആയേക്കും എന്ന ഫീലിംഗ് പോയാൽ പോലും ഡിസപ്പോയിന്റഡ് ആവേണ്ടി വരില്ല. അത് ധൈര്യമായിട്ട് പറയാം. ഒരു കാര്യം പറയാൻ മറന്നു, ക്യാരക്ടേഴ്സിന്റെ വോയിസസ്. ചെറുപ്പമാണ് കാണിക്കുന്ന അതൊക്കെ ഓക്കെ, ബട്ട് നമ്മൾ കേട്ട് ശീലിച്ച ഒപ്റ്റിമസ് പ്രൈം മനസ്സിൽ വരുമ്പോൾ തന്നെ കൂടെ കയറി വരുന്ന പീറ്റർ കള്ളന്റെ വോയിസ് അത് മാറി ക്രിസ് ഹെംസ്വർത്തിന്റെ വോയിസിലേക്ക് വരുമ്പോൾ സിനിമ തുടങ്ങി കുറച്ചു നേരം എടുത്തേക്കും ആ ഒരു ചേഞ്ച് നമുക്കൊന്ന് യൂസ് ടു ആവാൻ. മെഗട്രോണിന്റെ കേസിലും സെയിം. ഹൂഗോ വീവിംഗിൽ നിന്ന് മാറി ബ്രയൻ ടി ഹെൻറിയുടെ വോയിസിലാണ്. അതൊരു നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല, ജസ്റ്റ് ഫീൽ ചെയ്യും ആദ്യമൊക്കെ അവർ നമുക്ക് യൂസ് ടു ആയിട്ടുള്ള ടോണിലേക്ക് ട്വീക്ക് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുന്ന എഫേർട്ടൊക്കെ. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതാണ് ട്രാൻസ്ഫോമേഴ്സ് 1നെ പറ്റിയുള്ള ഫീഡ്ബാക്ക്. ഫിലിം കാണാൻ പ്ലാൻ ഉള്ളവർ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസും കണ്ടിട്ടുള്ള ഒപ്പീനിയൻസും പറയും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുമല്ലോ അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.